അല്ല നോക്കൂ, ഞങ്ങൾ ആദ്യത്തെ ദിവസം എനിക്ക് സംസ്ഥാന ഗവൺമെൻറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അന്ന് തന്നെ ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസറോടും പറഞ്ഞിട്ട് പിന്നെ അവിടെ മന്ത്രി സുരേഷ് ഗോപിയും കോർഡിനേറ്റ് ചെയ്ത എല്ലാം നേവിയും കോസ്റ്റ് ഗാർഡ് അന്ന് മുതൽ അവരുടെ ഓപ്പറേഷൻ തുടങ്ങിയതാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതുവരെ കാണുന്നത് ഈ 3 പേര് ഇത് കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് സത്യം. ആ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് എന്നോട് പറഞ്ഞിട്ട് ഈ സ്ഥലത്തുനിന്ന് ഹെലികോപ്റ്ററിന് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു അഭ്യർത്ഥന കിട്ടിയിട്ടുണ്ട്. ഞാനിത് നേവിയോട് സംസാരിക്കാം, ഡിഫൻസ് മിനിസ്റ്ററോട് സംസാരിക്കാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട്, ഞാനിപ്പോൾ വിവാദം ഉണ്ടാക്കാനല്ല പറയുന്നത്. ഇത് ദുഃഖകരമായ ഒരു സ്ഥിതിയിൽ നമ്മൾ വിവാദം ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. എന്നാലും ഈ മുസ്ലിം ലീഗിന് മന്ത്രി എന്തുകൊണ്ട് ഇവിടെ വന്നിട്ടില്ല, സന്ദർശിച്ചില്ല? 3 പേരല്ലേ. പിന്നെ തിരുവനന്തപുരത്തും ഒരു ആളെ കാണാത്ത സമയത്ത് എന്തുകൊണ്ട് ആ മന്ത്രി വരുന്നില്ല? ഇത് ചോദിക്കേണ്ട ചോദ്യമാണ്. അവർ വാശി പിടിച്ച് ഈ ഫിഷറീസ് വകുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്വം കാണിച്ചു കൊടുക്കാനുള്ള സമയത്ത് അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചോദിക്കേണ്ടതാണ്. പക്ഷേ നമ്മളുടെ ഭാഗത്തുനിന്ന് BJPയും സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും, 100% ചെയ്യും, പൂർണ്ണമായിട്ട് ഞങ്ങൾ ചെയ്യും. അതിൻ്റെ അപ്പുറം ഞങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യും. പക്ഷേ ചില ചോദ്യങ്ങൾ ചോദിക്കണം. അത് നിങ്ങളാണ് ചോദിക്കേണ്ടത്, ഞാനല്ല ചോദിക്കേണ്ടത്. നോക്കൂ, അതൊന്നും ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ് മാധ്യമങ്ങൾ. നിങ്ങൾ പറയണം, നിങ്ങളത് പരിശോധിക്കണം. ഒരു മന്ത്രി ഒരു മാറ്റം എല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞൊരു സർക്കാർ വോട്ട് നേടി വരുമ്പോൾ മന്ത്രിസ്ഥാനത്തിലിരിക്കുന്ന മന്ത്രിമാർ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് പറയേണ്ടത്? അവർ വന്ന് കാണണ്ടേ, സന്ദർശിക്കണ്ടേ? ഇത് എന്താണ് രാഷ്ട്രീയം? ഇത് നിങ്ങളാണ് ചോദിക്കേണ്ടത്. പക്ഷേ അത് ചെയ്യാണ്ട് വന്ദേ മാതരം, വീർ സവർക്കറിൻ്റെ അത് പിടിച്ച് നടക്കുന്ന ഒരു മുസ്ലിം ലീഗിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ മന്ത്രിയാണ്. ഇപ്പോൾ മന്ത്രിസ്ഥാനത്തിലിരിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, അത് മനസ്സിലാക്കണം. ഈ 100% 365 ദിവസം രാഷ്ട്രീയം ചെയ്യുന്നതല്ല ഒരു മന്ത്രിൻ്റെ ഉത്തരവാദിത്വം. ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജനങ്ങൾക്ക് വേദനയും ക്ഷേമമുള്ള സമയത്ത് അവരെ വന്ന് കാണുക. ഇത് മന്ത്രി ചെയ്യേണ്ട കാര്യമാണ്. അത് ഞാനാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഈ കസറത്തെല്ലാം നടന്ന് ഫിഷറീസ് വകുപ്പ് വേണമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് ഒരു ആദ്യത്തെ പ്രശ്നം വരുമ്പോൾ ആരും കാണുന്നില്ലല്ലോ മന്ത്രിനെ. അത് എന്തുകൊണ്ട്? അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, ഇത് നിങ്ങളാണ് ചോദിക്കേണ്ടത്, ഞങ്ങളല്ല. ഇതിന് ഞങ്ങൾ പൊളിറ്റിസൈസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. പക്ഷെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണം. കേരളത്തിൻ്റെ രക്ഷാസൈന്യമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എന്നാണ് സാധാരണ പറയാറുള്ളത്. അതെ, അവരോടുള്ള ഒരു അവഗണന മാത്രമല്ല, 10 കൊല്ലമായി കോസ്റ്റൽ പോലീസിൽ വന്ന ഒരു നിഗ്ലക്റ്റും അവിടെ ഒരു അനാസ്ഥയും ഇതെല്ലാം പരിശോധിക്കേണ്ട ഇഷ്യൂസാണ്. എന്തുകൊണ്ട് കോസ്റ്റൽ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഉത്തരവാദിത്വം? ഇവരെ സംരക്ഷിക്കാനല്ലേ. കോസ്റ്റൽ പോലീസ് പിന്നെ എന്തിനാ? CMൻ്റെ വണ്ടിയിൽ പിന്നിൽ ഓടാനാണോ? അല്ലല്ലോ. മന്ത്രിൻ്റെ കസാരന് പിന്നെ നിൽക്കാനാണോ? അല്ലല്ലോ. കോസ്റ്റൽ പോലീസ് ചെയ്യേണ്ടതാണ് നമ്മളെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി, നമ്മളെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ. അത് ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം. വിവാദങ്ങൾ മാത്രമല്ല, ഈ ഓരോരോ സ്ട്രക്ചറൽ പ്രോബ്ലം, നമ്മളെ സംസ്ഥാനത്തിലുള്ള ഓരോരോ സ്ട്രക്ചറൽ പ്രോബ്ലംസ് പരിശോധിച്ച് പഠിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇത് വളരെ ഞാനെന്താ, നിങ്ങൾക്കറിയാലോ, ഇതാണോ ജനാധിപത്യത്തിൽ ഒരു സാധാരണ കുടുംബത്തിൻ്റെ അവകാശങ്ങൾ? ഇങ്ങനെ പോയിട്ട് സമരം ചെയ്തിട്ടാണോ അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിക്കേണ്ടത്? ഇതൊരു ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ടത് ഉത്തരവാദിത്വം സർക്കാരിൻ്റെ അല്ലേ? അപ്പോൾ എനിക്കെന്നെ ഇത് വളരെ ഇമോഷണൽ ഇഷ്യൂ ആണിത്. ഇത് ശരിയല്ല. നമ്മളുടെ ഡെമോക്രസിയിൽ വലിയൊരു വീഴ്ചയാണ് ഞാൻ കാണുന്നത്. അല്ല, അത് തുടരും. അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി അവിടെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററിനൊപ്പം അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് അദ്ദേഹം അവിടുന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു വീഴ്ച ഉണ്ടാവില്ല. താങ്ക് യു.